ഈശോ എന്ന നിത്യപ്രകാശത്തിനു വേണ്ടി വഴിക്കവലകളിൽ സ്വയം തീപന്തമായി കത്തിയെരിഞ്ഞവർ, മരണം വാതിൽക്കൽ കാവൽ നിൽക്കുമ്പോഴും വർഷങ്ങളോളം രോഗശയ്യയിൽ അസഹനീയമായ വേദനകൾ ശരീരത്തിലേറ്റുവാങ്ങി പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കഠിനമായ തപശ്ചര്യകളിലൂടെ വിശുദ്ധിയുടെ കൊടുമുടിയിലെത്തിയ വിശുദ്ധർ, രക്തസാക്ഷികൾ. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ദൈവസിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണു ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം കഷ്ടതകൾ, രോഗപീഠകൾ എല്ലാം മറച്ചുവെച്ച് കുടുംബത്തിന്, മക്കൾക്കു വേണ്ടി സ്വയം ഉരുകിയുരുകി ബലിയായി തീർന്നവർ, മാതാപിതാക്കൾക്ക് ഒരൽപ്പം സന്തോഷം നൽകാൻ, അവർക്ക് താങ്ങും തണലുമാകാൻ എന്തു കഷ്ടപ്പാടും ഏറ്റെടുത്ത് വിശ്രമമില്ലാതെ ഓടിത്തളരുന്ന മക്കൾ, സുഹൃത്തുക്കൾക്കു വേണ്ടി സ്വയം മറന്ന് കൈത്താങ്ങായി മാറുന്നവർ, വിശക്കുന്നവർക്ക് ആരോരും അറിയാതെ പൊതിച്ചോറെത്തിച്ചു കൊടുക്കുന്നവർ, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാത്ത അശരണർക്ക് മരുന്ന് ജീവിച്ച നാളിൽ നല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥ, നിന്നിൽ വ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസർ. സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻവിളി കേട്ടങ്ങു സഹായിക്കും. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അതിന്റെ മാർഗം ശരിയാക്കുക.
അവിടുത്തെ കുറിച്ചുള്ള ഭയം നിനക്കുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി, നീ ജ്ഞാനസ്നാനം നേരിടുകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപകലകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. ജീവിച്ച നാളിൽ നല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥ, നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങയിൽ അവധിൽ നിന്ന് വിളിക്കുവാൻ തിരുവള്ളമായ അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കഴിയുന്നവർക്ക് ആശ്വാസമരുളുന്ന അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരി, ഞാൻ സ്നാനത്തിന് തന്നെയാണ് ഈ വെള്ള വസ്ത്രം ഈ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം. പ്രിയ സഹോദരി, ഞാൻ സ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഈ കടന്നുപോകൽ അഥവാ പെസഹാരഹസ്യം
നിന്റെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശ് രൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, മൃതദേഹം സംസ്കരിക്കുവാനായിട്ട് ഭാരതത്തിൽ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ എല്ലാവരുടെയും ആദരാഞ്ജലികൾ നേരുവാനുള്ള സമയമാണ്. നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിടചൊല്ലലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി
ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ശരീരം സർവ്വശക്തനായ ദൈവം മനസ്സിലെ മന്മയോടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കരുത്. സ്നേഹനിധിയായ പിതാവായ ജീവിക്കുക. അങ്ങനെ സുഖരാജ്യത്തെ സ്ഥാനത്തിന് എല്ലാ വിശുദ്ധരുടെ മൊത്തം നിത്യാന്തം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കേൾക്കുകയും ചെയ്യുമാറാകട്ടെ. വരുവിൻ ഈ സഹോദരി ആത്മാവിനെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാൾ അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ വിശുദ്ധരുമായുള്ള സംസ്കൃതത്തിന്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസിക്ക് സ്വർഗ്ഗക്കവാട തുറന്നു കൊടുക്കണം. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ പരിശുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയറിയണമേ. ഞങ്ങൾ ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ വിജ്ഞാനം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സംസാരത്തിന് വേണ്ടി
സുന്ദരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബസ്സിനെ വിളിക്കാനുള്ളത് The sun comes up, it's a new day dawning. It's time to sing your song. അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങളടക്കം ചെയ്യുന്ന കുഴിമാടം ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അവിടുന്ന് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നതുവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറായപ്പോൾ അങ്ങയുടെ ദിവ്യത്തെ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. സഹോദരി, സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി മണ്ണിൽ നിർത്ത ശരീരത്തെ ഇപ്പോൾ മണ്ണിൽ തന്നെ നാം നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് കൃഷ്ണനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങൾ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്നതും ചെയ്യുന്നതും ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന ലക്ഷ്യത്തെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാസരന്റെ ശവകുടീരത്തിന്റെ കണ്ണീർ പൊഴിച്ച കർത്താവേ, സുഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ചുകളിന് പർദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാനം ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും സമൂഹത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശയുള്ളതാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസ് തിരുവള്ളം നിറവേറ്റുന്ന സർവ്വത ജാഗ്രത കാണിച്ച ഈ ദാസി ചെയ്തുപോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ചയാളെ കാണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. ാനുള്ള സമയമാണ്. കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാവരും ക്ഷമാപൂർവം വന്ന് ഉമ്മശിക്ക് അന്തിമോപചാരം അർപ്പിച്ച് പൂക്കൾ അർപ്പിച്ച് കടന്നു പോകാൻ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. തിക്കും തിരക്കൊന്നും കൂട്ടാതെ സാവധാനം സമാധാനപരമായിട്ട് അന്ന് പിന്നെ ആദരവുകൾ നൽകിക്കൊണ്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈശ്വരാത്മാവിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാരണത്തിലൂടെ കടന്നു പോകാം. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി പോഴി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യമായി പോഴി നോക്കൂ.
രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ വാനവവന്ദമിയാളെ എതിരേൽക്കാനതിമോദം. വഹിക്കുവിൻ കരതാ